മലയാള സിനിമയിലെ നമ്മൾ പല നടന്മാരെ കാണുന്നുണ്ട്. 5 സ്റ്റാർ ലക്ഷറിയിലെ അവർ ജീവിക്കുകയുള്ളൂ. സിനിമ എന്നുള്ള വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കേണ്ടത്. പക്ഷെ 5 സ്റ്റാർ ലക്ഷറിയും വിദേശങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ പോകും വരികയൊക്കെ ചെയ്ത് കടത്തിന്റെ പുറത്ത് കടവും കയറും. അത് തന്നെയല്ല അത്ര ഒരു വരുമാനം ഉണ്ടോ എന്ന് സംശയമുണ്ട്. പല നടന്മാരും ഈ 5 സ്റ്റാർ സ്റ്റൈലിലാണ് ജീവിക്കുന്നത്. പക്ഷെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ തന്നെ അതുല്യ നടന്മാരായ സത്യനും കൊട്ടാരക്കരയൊക്കെ എങ്ങനെയാ ജീവിച്ചത്? അവരുടെ വരുമാനത്തിനകത്ത് ഒതുങ്ങി. സത്യന്റെ ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഡയറക്ടർ ആലപ്പുഴയിൽ ചെല്ലാൻ പറഞ്ഞു. അത് വളരെ പഞ്ചലാണ്. അദ്ദേഹം പോലീസ് ഓഫീസർ ആയിരുന്നല്ലോ. അതുകൊണ്ട് വെളുപ്പിനെ 6 മണിക്ക് ഷൂട്ടിംഗ് എത്തും എന്ന് പറഞ്ഞപ്പം അന്നത്തെ കാലത്ത് അദ്ദേഹം ട്രിവാൻഡ്രത്ത് നിന്ന് ബസ് കയറി അവിടെയൊക്കെ ചെന്ന് എന്തോ ബോട്ടിലങ്ങ് കയറി. ആ ഡയറക്ടർ പറഞ്ഞ സ്ഥലത്ത് കൃത്യമായി 6 മണിക്ക് കാണണം, ഷൂട്ടിങ് തുടങ്ങും. അവര് വിഷമിക്കരുത്, അവര് സാമ്പത്തിക നഷ്ടം വരരുത്. ഇദ്ദേഹം ബസ് കയറി അവിടെ ചെന്നിട്ട് രാത്രി 4 മണിക്കോ 3 മണിക്കോ ആ പറഞ്ഞ സ്ഥലത്ത് ആ ഡയറക്ടറെ വീടിന്റെ മുൻവശത്ത് ആ സ്റ്റെപ്പിൽ കിടന്ന് ഉറങ്ങി. എന്നിട്ടാണ് അത് നിന്നപ്പോ ആ സംവിധായകന് വലിയ വിഷമം തോന്നി. വിളിക്കണ്ടായിരുന്നു വീടിനകത്ത്. അല്ലല്ല, അത് നിങ്ങൾ ഉറങ്ങിക്കോളൂ, അത് എനിക്ക് പ്രശ്നമല്ല, ഞാൻ കൃത്യനിഷ്ഠ പാലിക്കുന്ന. അങ്ങനെയാണ് പഴയ കാലത്തെ അതുല്യ നടന്മാര് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം, ഓരോരോ നടന്മാരും നോക്കി. കൊട്ടാരക്കര ആയാലും ശരി, ഓരോ ലളിതമായ ഭരതഗോപി ആയാലും ശരി, വേണുനാഗവള്ളി ആയാലും ശരി, അവരെ എവിടെ വേണേലും കിടന്നുറങ്ങും. അഭിനയ സാധ്യതയുള്ള സിനിമയ്ക്ക് അവർ എന്ത് ത്യാഗവും സഹിക്കും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവരെല്ലാവരും അവര് ഒരു കാരവൺ വേണം, ആ കാരവണിലേ ഇരിക്കുള്ളൂ. അത് തന്നെയല്ല, രണ്ടാമത് ലക്ഷറിയായ കാറ് കൊടുക്കണം, BMW അല്ലെങ്കിൽ ബെൻസ്, അതുപോലെയുള്ള കോസ്റ്റ്ലി കാറിലേ വരുള്ളൂ, സഞ്ചരിക്കുകയുള്ളൂ. ഇതൊക്കെ എവിടുന്ന് പഠിച്ചതാന്ന് എനിക്ക് മനസ്സിലാകും. ഒരു അതുല്യ നടന്മാര് എത്രയോ പേരുണ്ട് മലയാളത്തില്. നമ്മൾ ഇവരൊക്കെ ഭാവാഭിനയം കാണിക്കുന്ന കഥകളിയിലെ ഒരു ആചാര്യന്റെ അടുത്ത് പോലും ഇവരാരും എത്തില്ല. അതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ മലയാളത്തിലെ ഒരു നടനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ സിനിമയൊന്നും കാണാനും പോകത്തില്ല. രണ്ടാമത് അതുപോലെയുള്ള തലമുറയിലുള്ള പലരും അവരെ അഭിനയിച്ച് അഭിനയ സിദ്ധി കൈവരിച്ചു കഴിയുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കും, അവരുടെ സിനിമ കാണും. അങ്ങനെ എത്രയോ വർഷം എടുത്തിട്ടാണ് ആ അഭിനയ ചാതിരി അവരുടെ മുഖത്തും ശരീരത്തിലും ഒക്കെ ആ എക്സ്പ്രഷനൊക്കെ വരുന്നത്. പക്ഷെ അതൊന്നും ഇല്ലാതെ ജിമ്മിൽ പോയി 24 മണിക്കൂറും ജിമ്മിലിരുന്ന് തന്റെ മസിൽ പെരുപ്പിക്കുന്ന ഒരാൾക്ക് മലയാള സിനിമയിലെ ഒരു ഡയറക്ടറാകാൻ കഴിയില്ല, ഒരു അഭിനയ നേതാവാകാൻ കഴിയില്ല. അത് മലയാളികൾക്ക് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സിനിമ ഉണ്ടാവില്ല. ചില അടിപിടിയും കുത്തും വെട്ടും ഒക്കെ എടുക്കുന്ന ധാരാളം സിനിമകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിനൊക്കെ ആ ഒരു സിനിമ കൊണ്ട് തീരും. അതേ രീതിയിൽ വേറൊരെണ്ണം പടച്ചു വിട്ടാല് അതിനും സിനിമയ്ക്ക് ആള് കയറില്ല. ഒരെണ്ണം ഒന്ന് കണ്ടു നോക്കും, അങ്ങ് വിടും. അതുകൊണ്ട് മലയാള സിനിമാ രംഗത്തുള്ള ചെറുപ്പക്കാർ മാറി ചിന്തിക്കണം, ചെറുപ്പക്കാരികൾ മാറി. അഭിനയ സാധ്യത ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ആൾക്കാർ പ്രകീർത്തിക്കാൻ നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. അല്ലാതെ 1-2 സിനിമ കൊണ്ട് നിങ്ങൾ തിരിശീല നമ്മൾ ഇടേണ്ടി വരും. അതുകൊണ്ട് മാറി ചിന്തിക്കണം. ഈ ലക്ഷറി ലൈഫ് വിട്ട് പഴയ കാലത്തെ ആൾക്കാർ എങ്ങനെയാണ് സിനിമ അഭിനയിച്ചത്, അവരതിനു വേണ്ടി ത്യാഗം ചെയ്തിട്ടാണ് വരുന്നത് ആ സിനിമയിൽ. കാരണം മലയാള സിനിമയിൽ അഭിനയിച്ച പഴയ എല്ലാ നടന്മാരും ഓരോ മെസ്സേജാണ്. പാട്ടുകാരായാലും ശരി, പി ഭാസ്കറിന്റെ സിനിമ അദ്ദേഹത്തിന്റെ ആയാലും ശരി, അത് പഴയ കാലത്തെ സ്റ്റേജ് നടന്മാർ തന്നെയാണ്. എത്രയോ പ്രാവശ്യം സ്റ്റേജിൽ കയറി അഭിനയിച്ച് മുഖത്ത് അവർ ഉദ്ദേശിക്കുന്ന മനസ്സിന്റെ ആ വികാരങ്ങളും ചലനങ്ങളും പ്രകടിപ്പിക്കാൻ കഴിവുള്ളവർ മാത്രമാണ് മലയാളത്തിൽ ഉന്നത സോപാനങ്ങളിൽ വിഹരിച്ച നടന്മാരെന്നാണ് ഞാൻ പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ആ ഉണ്ണിമുകുന്ദനെതിരായിട്ട് കേസെടുക്കണം, അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യണം. ഇങ്ങനെയുള്ള മലയാളത്തിലെ നടന്മാരുടെ ആ വംശം നശിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ.